നമുക്ക് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജിയുടെ 6ാമത്തെ ക്ലാസ്സാണിത്. എന്താണ് ഇൻഡസ്ട്രി, എന്താണ് ഓർഗനൈസേഷൻ, അതിൻ്റെ സൈക്കോളജിയുടെ ആസ്പെക്ട്സ് എന്താണ്, ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് തിയറീസ് എന്തൊക്കെയാണ്, അതിൻ്റെ സിദ്ധാന്തങ്ങൾ, അതിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഓർഗനൈസേഷനിൽ ചേഞ്ചസ് വരുത്താവുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള വിശദമായ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 5 ക്ലാസ്സുകളായിട്ട് പഠിച്ചത്. ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കമ്മ്യൂണിക്കേഷൻ, ഒരു ഇൻഡസ്ട്രിയിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുന്നു, ലീഡർഷിപ്പ് ഏത് തരത്തിലുള്ളതായിരിക്കണം, ഏതൊക്കെ വിവിധ തരത്തിലുള്ള ലീഡർഷിപ്പ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ സൈക്കോളജിക്ക് ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു വ്യാവസായിക മേഖലയിലുള്ള വ്യാവസായിക യൂണിറ്റിൽ വേണ്ട വളർച്ച വരുത്തുക, അവിടുത്തെയുള്ള വ്യക്തി ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക, അവരുടെ കൊടുത്ത് ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുക, യൂണിയനും മാനേജ്മെൻറ്റുമായിട്ടുള്ള അല്ലെങ്കിൽ യൂണിയനും ആ യൂണിറ്റിലെ ആൾക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് തീർക്കുക, അവിടെ ഒരു യൂണിറ്റി ഉണ്ടാക്കി ഇൻഡസ്ട്രിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക. അപ്പോൾ സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഇൻഡസ്ട്രിയിൽ അടുത്ത ആവശ്യമുള്ളത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു മീഡിയയാണ്. നമ്മളൊരു കാര്യം ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന കാര്യങ്ങൾ അവിടെ എത്തണം. അത് ഏത് രീതിയിൽ വേണം, കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിലാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയയാണ് കമ്മ്യൂണിക്കേഷൻ. അത് ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കാം, വെർബൽ ആൻഡ് നോൺ വെർബൽ രീതിയിൽ. ഒന്നെങ്കിൽ നമ്മൾ വാചകത്തിൽ നമുക്ക് വിവരങ്ങൾ പഠിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായ മാനറിസം കൊണ്ട്, അത് മാറ്റുന്നതനുസരിച്ച് ചലനങ്ങൾ കൊണ്ട് നമുക്ക് വിവരങ്ങൾ അവരെ ധരിപ്പിക്കാൻ പറ്റും. ഒരു ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്ക് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരു ഇൻഡസ്ട്രിയെ നമുക്ക് വളരാൻ പറ്റില്ല, ഏത് കാര്യത്തിലും. അപ്പോൾ ഒരു പ്രവർത്തനം നടക്കണമെന്നാണെങ്കിൽ, ഒരു യൂണിയൻ്റെ കോൺഫ്ലിക്ട്സിനെ കുറിച്ച് നമ്മൾ തീർക്കണമെന്നാണെങ്കിൽ, വ്യക്തികളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരണമെന്നാണെങ്കിൽ, അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളതായ നിയമങ്ങൾ, നിബന്ധനകൾ അവരെ മനസ്സിലാക്കേണ്ടതാണ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അപ്പം ഏത് തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, പറയുന്ന കാര്യങ്ങൾ എത്ര വ്യക്തമായി മറ്റുള്ളവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ആവശ്യം. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വലുതായിരിക്കാം, ചെറുതായിരിക്കാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ധരിപ്പിക്കാൻ ഏത് മീഡിയ വേണമെങ്കിലും, ഏത് മാധ്യമത്തിലൂടെ വേണമെങ്കിലും നമുക്ക് അവരെ വിവരങ്ങൾ കാര്യങ്ങൾ കിട്ടും. പക്ഷേ വ്യക്തമായ ധാരണകൾ, വ്യക്തമായ കാര്യങ്ങൾ അറിയുക എന്നുള്ളത് ഒരു ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ്. ഇതിനെ അടിസ്ഥാനപരമാക്കി വേണം നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനെ പഠിക്കാൻ. അതുപോലെ തന്നെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ തരത്തിൽ ഓരോ ഇൻഡസ്ട്രിയിൽ ഓരോ തരത്തിലുള്ള ലീഡർഷിപ്പ് ആവശ്യമുണ്ട്. ഒരു ഓർഗനൈസേഷനാണെങ്കിൽ, ഒരു യൂണിയനിലാണെങ്കിൽ, ഒരു സമുദായത്തിലാണെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ലീഡർഷിപ്പ് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതൊരു ഇൻഡസ്ട്രി മാത്രമല്ല, കുടുംബത്തിലാണെങ്കിൽ ഒരു ലീഡർ ആവശ്യമുണ്ട്. അപ്പം അത് ആ ഒരു കുടുംബത്തിലെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, അച്ഛനാകാം, അമ്മയാകാം, അമ്മൂമ്മയാകാം, മാവനാകാം, അപ്പൂപ്പനാകാം, ഒരു ലീഡർ വേണം. ഒരു പക്ഷിയുടെ കൂട്ടത്തിലായിക്കോട്ടെ, പക്ഷിയുടെ കൂട്ടത്തിനുള്ളിൽ ഒരു ലീഡർ ഉണ്ടാവും. മൃഗങ്ങളുടെ കൂട്ടത്തിലായിക്കോട്ടെ, മൃഗങ്ങളുടെ മുമ്പിൽ ഒരു ലീഡർ ഉണ്ടാവും. അപ്പം ആ ബന്ധം, ആ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നതാണ് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുക. ഒരു ലീഡറുടെ കഴിവാണ് ആ ഒരു ഓർഗനൈസേഷനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പം എവിടെയെങ്കിലും ലീഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിറ്റ് വളർച്ചയിലേക്ക് വരില്ല. അത് ഏത് തരത്തിലുള്ള ലീഡർ ആയിക്കോട്ടെ. ഒരു കുടുംബത്തിൽ ലീഡർ ഇല്ലെങ്കിൽ കുടുംബം നശിച്ചു പോകും. ഒരു പക്ഷിയുടെ കൂട്ടത്തിൽ ലീഡർ ഇല്ല എന്നെങ്കിൽ പക്ഷികൾ ചിതറിപ്പോകും. മൃഗങ്ങളുടെ കൂട്ടത്തിൽ ലീഡർ ഇല്ല എന്നെങ്കിൽ മൃഗങ്ങൾ വഴിതെറ്റിപ്പോകും. അപ്പം എവിടെയും ലീഡറിൻ്റെ ആവശ്യമുണ്ട്. ഈ രണ്ടെണ്ണത്തിനെ അടിസ്ഥാനപരമാക്കിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുക. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ആവശ്യം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. അപ്പം
കമ്മ്യൂണിക്കേഷൻ മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ചിന്താഗതികൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന എന്താണോ അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ആവശ്യം എന്താണ്? റിസീവിങ് ഇൻഫർമേഷൻ. അപ്പം നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി മറ്റുള്ളവർ റിസീവ് ചെയ്യുക, നമ്മൾ അവർ ലഭിക്കുക, അല്ലെങ്കിൽ അത് നേടുക. അപ്പം ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു വ്യക്തിയെക്കുറിച്ചുള്ളതായിക്കോട്ടെ, ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയുള്ളതായ ഒരു മീഡിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിസീവിങ് ഇൻഫർമേഷൻ കിട്ടുക അല്ലെങ്കിൽ ലഭിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ആദ്യത്തെ റിലവൻസ്, പ്രാധാന്യം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഗുണം? അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുമ്പം ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഒരു പ്രോബ്ലത്തെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ കൺവേ ദ ജോബ് റെസ്പോൺസിബിൾ. അപ്പോൾ ഒരാളെ ഒരു ഓർഗനൈസേഷൻ ആകുമ്പം ആ ഒരു ജോലിക്കാരുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ഉത്തരവാദിത്വത്തെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നു. ഒരു എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റാൻ വേണ്ടി, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ആറ്റിറ്റ്യൂഡിനെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡിനെ മാറ്റണമെങ്കിൽ, ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് അപ്രോച്ച് ടുവേഴ്സ് എ പേഴ്സൺ ഓർ ഐഡിയ ഓർ തിങ്. ഏതെങ്കിലും കാര്യം ചെയ്യാനായിട്ട് ഒരു വ്യക്തിയുടെ അതിനോടുള്ളതായ ചിന്താഗതികളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക തീരുമാനത്തോട്, മാനേജ്മെന്റ് തീരുമാനത്തോട് ആ വ്യക്തിയുടേതായിട്ടുള്ളതായ സമീപനമാകാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയി ബിഹേവിയർ ആകാം. അപ്പം ഈ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യവസായത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ളതായ അവൻ്റെ സമീപനത്തെ മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപെടുന്നത്, ഒരു സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ. അപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി, കിട്ടുവാൻ വേണ്ടി, ഇൻഫർമേഷൻ, അതിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു ജോലിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സമീപനം അല്ലെങ്കിൽ സ്വഭാവം മാറ്റുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പരിണാമം വരുത്തുവാനായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നു. മറ്റുള്ളവരിൽ ചേരുവാൻ വേണ്ടി, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഫങ്ഷൻ, അത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് ഉള്ളത്? ആദ്യമായി കമ്മ്യൂണിക്കേഷൻ്റെ എക്സ്പ്രഷനാണ്. അത് നമ്മൾ പ്രകടിപ്പിക്കുക. കമ്മ്യൂണിക്കേഷൻ പ്രകടിപ്പിക്കണം. പ്രകടനം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം നമ്മുടെ മാനറിസം ആകാം, നമ്മൾ പറയുന്ന വാക്കുകളുടെ ശബ്ദ വ്യതിയാനങ്ങളാകാം, ഏറ്റക്കുറച്ചിലുകളാകാം. അതാണ് നമ്മൾ എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മളെ ഫങ്ഷൻ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് വേണ്ട രീതിയിൽ അതിൻ്റെ ശബ്ദത്തെ നിയന്ത്രിക്കേണ്ടതായിട്ട് വരാം, അതിൻ്റെ വാക്കുകളെ നിയന്ത്രിക്കേണ്ടതായിട്ട് വരാം, ഗ്രാമറിനെ നമ്മൾ നിയന്ത്രിക്കണം, അങ്ങനെയല്ല ഒരു കൺട്രോൾ ചെയ്യേണ്ട കാര്യമുണ്ട്. അത് പിന്നെ എക്സ്പ്രസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കാം. നമ്മുടെ വാക്കുകളെ കൺട്രോൾ ചെയ്യുക, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുക, മറ്റുള്ളവർ കോർഡിനേറ്റ് ചെയ്യുക, അതിന് എല്ലാവരുമായിട്ട് ചേർത്ത് നിർത്തുക, പ്രോബ്ലം സോൾവിങ്, കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്, ഇത്രയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. അപ്പം ഒന്ന് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ചെയ്യുക, മറ്റുള്ളവരെ നിയന്ത്രിക്കാനായിട്ട് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ നിയന്ത്രണമുണ്ട്, മറ്റുള്ളവരെ നിയന്ത്രിക്കാനായിട്ടുണ്ട്.
മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. കോർഡിനേഷൻ, വ്യക്തിബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് തമ്മിലൊരു സമന്വയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റിന്, എങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അഭിപ്രായ സമന്വയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അതിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനെ ഉപയോഗിക്കാം. അപ്പം കമ്മ്യൂണിക്കേഷൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ എക്സ്പ്രഷനുണ്ട്, കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക, മറ്റുള്ളവരെ നിയന്ത്രിക്കുക, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് സഹകരണങ്ങൾ ഉണ്ടാക്കുക, പ്രശ്ന പരിഹാരാർത്ഥം നമ്മൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റി അഭിപ്രായ സമന്വയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. എന്തൊക്കെയാണ് എലമെൻറ്റ്സ്, എന്തൊക്കെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെ ടൂള്, എന്തൊക്കെ പ്രതലത്തിലാണ് നമ്മൾ ഇത് നടക്കുന്നത്. ആദ്യത്തെ ഒരു സെൻറ്റർ ഉണ്ടായിരിക്കില്ല, സോഴ്സ് ഉണ്ടായിരിക്കണം. അപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പറയുന്ന ഒരാളുണ്ടാകണം, അല്ലെങ്കിൽ അത് പറയുന്ന ഒരു യന്ത്രം ഉണ്ടാകണം. ചില നമുക്ക് സോഴ്സ് ചെയ്യാം, പറയുന്നതാകാം, ചിലപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്നതൊക്കെ. ഒരു സോഴ്സ് ഉണ്ടാകണം, അല്ലെങ്കിൽ സെൻറ്റർ ഉണ്ടാകണം. അപ്പം എവിടെ നിന്നാണ് പുറപ്പെടുന്ന ഭാഗമുണ്ടാകണം. പുറപ്പെട്ട അത് മാത്രം പോരാ, ട്രാൻസ്മിറ്റ് ചെയ്യണം. അത് ഏതെങ്കിലും ട്രാൻസ്മിറ്റ്, ഇവിടെ നിന്ന് പറയുന്ന കാര്യം ട്രാൻസ്മിറ്റ് വേണം, അപ്പുറത്തേക്ക് നമുക്ക് പോകണം. അപ്പം ഒരു സെൻറ്റർ വേണം, അത് എങ്ങോട്ടാണ് പുറപ്പെടുന്നത് ആ സ്ഥലത്തേക്ക് പോകണം, അതിന് ഒരു പാത വേണം. അപ്പോൾ ഏത് പാത, ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് നമ്മൾ മൈക്കിൽ കൂടെ കേട്ട് എയറിൽ കൂടെ വന്ന് നിങ്ങളുടെ അവിടെ കിട്ടുകയാണ്. ഇതൊരു ചാനലുണ്ട്, ഏത് ചാനൽ? എയറിൽ കൂടെയാണ് ചാനൽ. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ എയറിൽ കൂടെയാണ് പോകുന്നത്. അല്ല നമ്മൾ ഒരു ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ, അതായത് വയറിൽ കൂടെ വേണം നമുക്ക് ചെയ്യാം. ഇൻ്റർണലായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് വേറെ ഏതെങ്കിലും മീഡിയയിൽ കൂടെ നമുക്ക് ചെയ്യാം. ഇത് മെസ്സേജ് അങ്ങോട്ട് പോകാനായിട്ട് ഒരു ചാനൽ വേണം. അപ്പോൾ ഒരു സെൻറ്റർ വേണം, ട്രാൻസ്മിറ്റ് ചെയ്യണം, അത് പറയപ്പെടണം, അതിനൊരു പാത വേണം, അതിൻ്റെ അടുത്ത് അപ്പുറം ഒരു റിസീവർ വേണം, ലഭിക്കുന്ന ഒരാൾ. ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് റിസീവ് ചെയ്യുന്ന ഒരു അപ്പുറത്ത് വേണം. ഒരു ഓഫീസിലാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുക, ഏതെങ്കിലും ട്രാൻസ്മിറ്റ് ഉപയോഗിച്ച് ഏതെങ്കിലും മാധ്യമം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതിന് പോകാനായിട്ടൊരു മീഡിയ വേണം, അതിന് പോകാനായിട്ടൊരു പാത വേണം, അത് റിസീവ് ചെയ്യുന്ന ഒരാൾ വേണം, അല്ലെങ്കിൽ ഒരു റിസീവിങ് എൻഡ് വേണം, ഡെസ്റ്റിനേഷൻ നമ്മൾക്ക് എവിടെ ചെല്ലണം എന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു എഴുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു എഴുത്ത് നമ്മൾ എഴുതി അത് പോസ്റ്റ് ചെയ്യുക, അതൊരു കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പോകുന്നത് വെച്ചാൽ ഒരു കവറിനകത്തിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതിയാണ്, പോസ്റ്റിൽ കൂടിയാണ്. എങ്ങനെ പോകുന്നു? ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നു. അത് നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സ്, നമ്മൾ ആരാണ് നമ്മൾ അഡ്രസ്സ് എഴുതിയിരിക്കുന്നത്, അഡ്രസ്സിന് അവിടെ ചെല്ലുമ്പം അതിൻ്റെ പാത ക്ലിയറായി ആളുടെ അടുക്കിലെത്തി. അത് കഴിഞ്ഞാൽ മാത്രം പോരാ, അതിന് ഫീഡ്ബാക്ക് ശരി കിട്ടി എന്നുള്ളതും, അത് നമ്മൾ എന്തായിരുന്നു കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലായി എന്നുള്ള ഫീഡ്ബാക്ക് കൂടെ കിട്ടണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു നോയ്സ്, എന്തെങ്കിലും ഒരു ശബ്ദം, ഒരു പ്രതികരണം നമുക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻകോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യണം. അപ്പം കോഡിങ് ഉണ്ടാകണം, ഡീകോഡിങ് ഉണ്ടാകണം. അതിന് എന്തെങ്കിലും ഒരു ശബ്ദം എന്ന് പറയുക, നോയ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അതിനൊരു ഒരു പ്രതിഫലനം ഉണ്ടാകണം. അപ്പം ഒരു എലമെൻറ്റ്സ്, ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് എന്ന ടൂൾസ് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സെൻറ്റർ വേണം, ട്രാൻസ്മിറ്റർ വേണം, ചാനൽ വേണം, റിസീവിങ് എൻഡ് വേണം, അതിനെക്കുറിച്ച് ഒരു ഫീഡ്ബാക്ക് വേണം, അതിന് എന്തെങ്കിലും ഒരു ശബ്ദം, ഒരു നോയ്സ്, ഒരു ചലനം ഉണ്ടാകണം, അതിനെ കോഡ് ചെയ്യണം അല്ലെങ്കിൽ എൻകോഡ് ചെയ്യണം. കോഡിങ് എന്ന് പറയുന്നത് നമ്മൾ വിടുമ്പോൾ, നമ്മൾ എൻകോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ശബ്ദം വിടുന്ന് പുറപ്പെടുവിക്കുമ്പം അത് ആ ശബ്ദ തരംഗങ്ങൾ പോകുന്നത് ആണ് എൻകോഡ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളൊരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എൻകോഡ് ചെയ്യുകയാണ്. പിന്നെ നമ്മളൊരു ആവശ്യത്തിന് വരുമ്പോൾ അതിന് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കും, അത് ഡീകോഡ് ചെയ്തിട്ട് നമുക്ക് ആൻസർ തരും. അപ്പം ഞാനിവിടുന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് തരംഗങ്ങളായിട്ട് അത് എൻകോഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മീഡിയ വന്നിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ അത് ഡീകോഡ് ചെയ്തിട്ടാണ് കേൾക്കുന്നത്. അപ്പം നിങ്ങൾ റിസീവിങ് എൻഡിൽ അത് ഡീകോഡ് ചെയ്ത് അതിന് മീനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സോഴ്സ് ഉണ്ടാകണം, അല്ലെങ്കിൽ സെൻറ്റർ ഉണ്ടാകണം, ട്രാൻസ്മിറ്റർ ഉണ്ടാകണം, ഏതെങ്കിലും ചാനലിൽ കൂടെ പോകണം, റിസീവ് ചെയ്യണം, ഡെസ്റ്റിനേഷൻ ഉണ്ടാകണം, ഒരു ഫീഡ്ബാക്ക്, അതിനെന്തെങ്കിലും നമുക്കൊരു പ്രതിഫലനം ഉണ്ടാകണം, അല്ലെങ്കിൽ പ്രതിചലനം ഉണ്ടാകണം, അതിന് എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കണം, അതിനൊരു പ്രകമ്പനം ഉണ്ടാകണം, പ്രകമ്പം ചെയ്യിക്കുക, എന്തെങ്കിലും ഒരു തരംഗങ്ങൾ ഉണ്ടാക്കണം, അതിനെ എൻകോഡ് ചെയ്യണം,
എൻകോഡ് ചെയ്ത സംഗതിയെ പിന്നെ അത് മീനിങ് വരണം ഡീകോഡ് ചെയ്യണം. ഞാനീ പറയുന്ന ശബ്ദങ്ങൾ എൻകോഡ് ചെയ്തിട്ട് ഇവിടുന്ന് പുറപ്പെടും. നിങ്ങളത് റിസീവ് ചെയ്യുമ്പോൾ ഡീകോഡ് ചെയ്ത് നിങ്ങളതിൻ്റെ മീനിങ് മനസ്സിലാക്കും. അപ്പോൾ ഇത്രയും ആണ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം നമ്മൾ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പ്രോസസ് ഇത് തന്നെയാണ്, കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ പ്രോസസ്സിനകത്തുള്ളൂ. ഒന്ന് ഓഫ് കോഴ്സ് ഒരു സെൻറ്റർ വേണം. സെൻറ്റർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻകോഡ് ചെയ്യണം. അത് ഇവിടെയാണ് എൻകോഡിങ്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ടൂൾസ് പഠിച്ച എൻകോഡിങ്. അതായത് ഞാൻ ഇവിടുന്ന് ഒരു സംഗതി ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന വാക്കുകളായിട്ട് നിങ്ങളുടെ അടുക്ക് എത്തുന്നതിന് മുമ്പ് ഇതിനൊരു പ്രോസസ്സിങ് നടന്നു എൻകോഡ് ചെയ്യുക. ഉദാഹരണത്തിന് ആദ്യം പറഞ്ഞതിന് ഒരു കമ്പ്യൂട്ടർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിലാണ് സ്വീകരിക്കുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന ടൈപ്പ് ചെയ്യുന്ന ടൈപ്പ് ചെയ്തു എബോട്ട് എന്ന് ടൈപ്പ് ചെയ്താൽ കമ്പ്യൂട്ടർ ഇത് എബോട്ടായിട്ടല്ല, കമ്പ്യൂട്ടർ ലാംഗ്വേജിലാണ് എൻകോഡ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും അടിക്കുമ്പം അത് ഡീകോഡ് ചെയ്തിട്ടാണ് കേൾക്കുക, അല്ലെങ്കിൽ നമുക്കിത് കിട്ടുക. അപ്പം ഞാൻ ഇവിടുന്ന് പറയുമ്പോൾ ഒരു സെൻറ്റർ ഒരു സോഴ്സ് ഇവിടുന്ന് വിടുമ്പോൾ, ഒരു സെൻറ്റർ വിടുമ്പോൾ ഈ ശബ്ദങ്ങളെ അതിനെ എൻകോഡ് ചെയ്യണം, ഏതെങ്കിലും അതിൻ്റെ രൂപത്തിലാക്കുക. അപ്പം ഞാനീ പറയുന്ന വാക്കുകൾ ഏറിക്കൂടെ പോകുമ്പോൾ ഇത് ആ ശബ്ദങ്ങളുടെ ശബ്ദ തരംഗങ്ങളാണ് പോകുന്നത്. ശബ്ദങ്ങൾ മാത്രമല്ല, ശബ്ദ തരംഗങ്ങളാണ്. അത് അവിടെ നിങ്ങൾ കിട്ടുമ്പോൾ അത് റിസീവ് ചെയ്യുന്ന എൻഡിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റർ ഇവിടുന്ന് വിട്ടു, അത് എൻകോഡ് ചെയ്തിട്ട് ചാനലിൽ കൂടെ പോവാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഏറിക്കൂടിയാണ് പോകുന്നത്. ഏറിക്കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഡീകോഡ് ചെയ്യണം. അപ്പം ഡീകോഡ് ചെയ്ത് കഴിഞ്ഞ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫീഡ്ബാക്ക് വേണം. അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ്. അപ്പം നേരത്തെ കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ അടങ്ങിയിട്ടുള്ളതാണ് പറയുന്നെങ്കിൽ ഇവിടെ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ സോഴ്സുകൾ, എന്തൊക്കെയാണ് പ്രോസസ്സ്, എങ്ങനെ അത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. ഒരു സെൻറ്റർ ഉണ്ടാകുക, സെൻറ്ററിൽ നിന്ന് എൻകോഡ് ചെയ്യുക, അത് പ്രത്യേക ചാനൽ വഴി പോവുക, അത് ഡീകോഡ് ചെയ്തിട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ഉണ്ടാക്കണം. ഇതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. അപ്പോൾ ആദ്യം കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിൻ്റെ ടൂൾ എന്തൊക്കെയാണ്, പിന്നെ അതിന് സോഴ്സസ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്തൊക്കെയാണ്, ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ആദ്യത്തെ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും അതിനകത്തൊരു ഒരു ലാംഗ്വേജ് ഉണ്ടാകുക, ഒരു വേർഡ് ഉണ്ടാകുക. അപ്പോൾ അത് വെർബൽ കമ്മ്യൂണിക്കേഷനായി. നമ്മൾ പറയുന്ന കാര്യത്തിനകത്ത് വേർഡ് ഉപയോഗിക്കുക. ഞാൻ പറയുന്ന വേർഡ് ഉപയോഗിച്ചിട്ടാണ്. അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ. പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് എനി യൂസേജ് ഓഫ് വേർഡ് ഇല്ലാതെ ഒരു ആക്ഷൻ. ഇപ്പം ഞാൻ പറയാം നിങ്ങൾ ഇവിടെ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരൂ എന്ന് പറഞ്ഞ വെർബൽ കമ്മ്യൂണിക്കേഷൻ. പക്ഷെ അത് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുക, അതിനകത്ത് മീനിങ് ഉണ്ട്, പക്ഷെ നോൺ വെർബലാണ്, അതൊരു ആക്ഷനാണ്. അപ്പം ഒന്ന് എടുത്തുകൊണ്ട് പോകൂ എന്ന് നമുക്ക് പറയാം. ഒരു സാധനം കാണിക്കുക എന്നുവെച്ചാൽ നിങ്ങളിത് റിസീവ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള അത് നോൺ വെർബലാണ്. നമ്മൾ വേർഡ് ഉപയോഗിച്ചാൽ അത് വെർബൽ കമ്മ്യൂണിക്കേഷനും, വേർഡ് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുമാണ്. അപ്പം നെറ്റ്വർക്കിംഗ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുക, ഏതൊക്കെ രീതിയിലാണ്. ഒന്ന് ഡൗൺവേർഡ് ഓർ ടോപ്പ് ടു ഡൗൺ. അത് ഹയർ ഓഫീസറിൽ നിന്ന് താഴോട്ട് വരിക. ഹയർ ഓഫീസർ താഴെ ഇരിക്കുന്ന ഒരാളോട് പറയുക, താഴെ നിന്ന് വീണ്ടും താഴേക്ക് പോവുക, താഴേക്ക് വന്ന് ഏറ്റവും ലോവർ ലെവലിലേക്ക് വരിക. അപ്പം ഞാൻ ഒരാളോട് പറയാം, നിങ്ങൾ പോയി മറ്റുള്ളവരോട് അല്ലെങ്കിൽ എൻ്റെ താഴെയുള്ള ആൾക്കാരോട് ഇന്നത് ചെയ്യൂ എന്ന് പറയാം. ഞാൻ ഒരാളോട് പറഞ്ഞു, അയാൾ വന്ന് അയാളുടെ താഴെയുള്ള ആൾക്കാരോട് പറഞ്ഞു, അയാളുടെ താഴെയുള്ള ആൾക്കാരോട് പറഞ്ഞു. അപ്പം വർക്കേഴ്സിൻ്റെ അവിടെ എത്തി. അപ്പം ഇത് ടോപ്പ് ലെവലിൽ നിന്ന്, ഒഫീഷ്യൽ മോളിൽ നിന്ന് താഴേക്ക് വരുന്ന കമ്മ്യൂണിക്കേഷൻ. അതായത് എപ്പോഴും ഹയർ ലെവലിൽ നിന്ന് ഓർഗനൈസേഷൻ ഡൗൺ ലെവലിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോവുക. മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ മുകളിലത്തെ അതോറിറ്റിയിൽ നിന്ന്, ഹയർ അതോറിറ്റിയിൽ നിന്ന് താഴോട്ട് വരിക. അത് ഹയറാർക്കി ലെവലാണ്. അത് ടോപ്പ് ലെവൽ ടു ബോട്ടം ലെവലിലേക്ക് വരിക. അതാണ് ആദ്യത്തെ നെറ്റ്വർക്കിംഗ്. സെക്കൻഡ് അപ്വേർഡ് ഓർ ഡൗൺ അപ്പ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ഡൗൺ അപ്പ് എന്ന് വെച്ചാൽ താഴേന്ന് മുകളിലോട്ട് പോവുക. അപ്പം ലോവർ ലെവൽ എംപ്ലോയീസിൽ നിന്ന് ഈ ഒരു സംഗതി ഹയർ ലെവലിലേക്ക് പോവുക. നമ്മൾ ഒരു ജോലി ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഉദാഹരണത്തിന് പറയാണ്, ഹയർ അതോറിറ്റി പറയുക നമുക്ക് ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യണം.
അപ്പോൾ ഇന്ന പ്രൊഡക്ഷൻ ഉണ്ടാകും, ഇന്ന പ്ലാന്റിൽ ഇന്ന സംഗതി നടക്കട്ടെ, മോളിൽ താഴോട്ട് വന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്, ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് ഞങ്ങൾക്ക് പണം തരണം, അല്ലെങ്കിൽ ഞങ്ങൾ വേതനം നമ്മൾ കൂട്ടണം, അല്ലെങ്കിൽ ഇന്ന ഒരു മെഷീനകത്ത് ഇന്നതുണ്ട്, അത് താഴെ നിന്ന് മുകളിലോട്ട് പോവുകയാണ്. അപ്പം എന്തെങ്കിലും ഒരു ഓർഡർ നടക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് താഴേക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് താഴെ നിന്ന് മുകളിലേക്കും. ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയുകയാണ്, അത് മുഴുവനും അങ്ങനെയല്ല. ദെൻ ലാറ്ററൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. സെയിം ലെവൽ ഒരു നടക്കുക, അതായത് മുകളിലത്തെ ലെവലിൽ മാത്രം നടക്കുക, ഒരു ഹയർ ലെവലിൽ മാത്രം നടക്കുക. എക്സാമ്പിൾ, ഒരു ബോർഡ് മീറ്റിംഗ് കൂടി ബോർഡിൻ്റെ ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് താഴേക്കും മേളിലേക്കും. ദാറ്റ് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. ഇത് ഒരേ ലെവലിലുള്ള എംപ്ലോയീസ് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഓഫീസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പം GM ലെവലിലാണ് GM ലെവലിൽ മാത്രമാകാം, അല്ലെങ്കിൽ മാനേജർ ലെവലിൽ മാത്രമാകാം, താഴോട്ട് വരേണ്ട കാര്യമില്ല. അവർ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാകാം. ആ ലെവലിൽ നടക്കുന്നതൊക്കെ കോൾഡ് ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. ഇത് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരിടത്തു നിന്ന് ഒരു ഓഫീസിലിരിക്കുന്ന ഓഫീസേഴ്സും മാനേജേഴ്സും അടുത്ത ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പിലിരിക്കുന്ന എംപ്ലോയീസുമായിട്ട് സംസാരിക്കും, അതർ വർക്ക് ഗ്രൂപ്പ്. അതായത് ഞാനിപ്പം സെയിൽസിലാണ് ഇരിക്കുന്നതെങ്കിൽ, എൻ്റെ സെയിൽസിലാണെങ്കിൽ സെയിൽസിലിരിക്കുന്ന ആൾക്കാരോട് പ്രൊഡക്ഷൻ്റെ മാനേജേഴ്സ് നമ്മൾ സംസാരിക്കുക, അത് ഡയഗണൽ കമ്മ്യൂണിക്കേഷനായി. കാരണം പ്രൊഡക്ഷൻ്റെ ആൾക്കാരുമായിട്ട് മാത്രം സംസാരിക്കുകയാണെങ്കിൽ അവർ ആ ലെവലിൽ മാത്രം സംസാരിക്കുകയല്ല, ഇത് പ്രൊഡക്ഷൻ ഇരിക്കുന്ന ആൾ സെയിൽസിൻ്റെ ആൾക്കാരോട് നമ്മൾ സംസാരിക്കുക. ദാറ്റ്സ് കോൾഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. വീൽ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പാറ്റേൺ ടോപ്പ് ഡയറക്റ്റ് ആക്സസ് ടു ദ ഇന്ററാക്ട് വിത്ത് ഓൾ എംപ്ലോയീസ്. ഇപ്പം മറ്റേന്ന് പറഞ്ഞാൽ ടോപ്പിൽ നിന്ന് താഴോട്ട് വരികയാണ്, അതിനേക്കാൾ ടോപ്പിലുള്ള ആൾക്കാർ വന്ന് താഴെയുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ സാധാരണ ഇതിൽ എന്ത് ഇൻട്രാക്ഷൻ ഉണ്ടാക്കും, നമ്മൾ പറയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പ് അതോറിറ്റിയോട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ അത് വീൽ ചെയിനായി. കാരണം എന്താ വെച്ചാൽ ഹയർ ലെവലിലുള്ള ആൾക്കാർ താഴത്തെ ലെവലിലുള്ള ആൾക്കാരുമായിട്ട് ഡയറക്റ്റ് ആക്സസ് ചെയ്യുക. ഒരു ഡിസ്കഷൻ ഗ്രൂപ്പൊക്കെ വരുമ്പം ഈ വീൽ ചെയിൻ കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഇത് ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് രൂപഭാവങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഇതിന് പ്രത്യേകിച്ച് സ്ട്രക്ചറൊന്നുമില്ല. റാൻഡമിൽ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നത് ഒരു റെക്കമെൻഡഡ് സ്ട്രക്ചർ എന്ന് ഓർഗനൈസ്, ഇന്നയാളോട് സംസാരിക്കുകയുള്ളൂ, അല്ല മാനേജർ താഴോട്ട് സംസാരിക്കുകയുള്ളൂ, താഴത്തെ ലെവൽ ഇന്നയാളോട്, അങ്ങനെയൊന്നുമില്ല. ഇത് ഒരു പ്രത്യേക അൺസ്ട്രക്ചേർഡ് രീതിയിൽ സംസാരിക്കുന്നതാണ്. അൺസ്ട്രക്ചേർഡിലുള്ളതായ കമ്മ്യൂണിക്കേഷനാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ സിംഗിൾ സ്റ്റാൻഡ് ചെയിൻ ഉണ്ട്, അത് ഒരു സ്റ്റാൻഡ് ചെയിൻ, ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഒരേ ഏരിയയിലുള്ള മാതൃക. പിന്നെ ഗോസിപ്പ് ചെയിൻ, നമ്മൾ യാതൊരു ഒരു ശൂന്യതയിൽ നിന്നുണ്ടാകുക. ഗോസിപ്പ് നമ്മൾ പറയാറുണ്ട്, എന്തിനെക്കുറിച്ചെങ്കിലും നമുക്ക് കേൾവിയൊന്നും ഇല്ലാതെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, നമ്മുടെ സ്ട്രക്ചറായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക. അപ്പം എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്, അല്ലെ എൻ്റെ ചിന്താഗതികൾ, എൻ്റെ പെർസെപ്ഷനാണ് സംസാരിക്കുക ഗോസിപ്പ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഒരാൾ വേറെ ഒന്ന് പറഞ്ഞു, നമ്മൾ പണ്ടുള്ള ആൾക്കാർ പറയും, രാവിലെ എഴുന്നേറ്റപ്പോൾ 10 കാക്ക ശബ്ദിച്ചു. ഇതൊരു ഗോസിപ്പാ. 10 കാക്ക ഒരാൾ ശബ്ദിച്ചു, എക്സ് എന്ന് പറയുന്ന ആൾ 10 കാക്ക ശബ്ദിച്ചു. അപ്പൊ അത് വേറെ ആൾ 10 കാക്ക ശബ്ദിച്ചു. അപ്പൊ ഇത് കുറെ ആൾക്കാരുടെ ഇത് ഗോസിപ്പാ. ഇത് താഴോട്ട് വന്നു, താഴോട്ട് എവിടെയെങ്കിലും ഇത് ബ്രേക്ക് ചെയ്യാന്നിരിക്കുക. 10 കാക്കയോ, ഒരാൾ 10 കാക്കയോ ശ്രമിക്കും. ഉടൻ അടുത്ത ആളോട് ചോദിച്ചു, ഇതാരാ പറഞ്ഞത്? അപ്പൊ ഗോസിപ്പ് പോവാണ്, തിരിച്ചു പോവാണ്. അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. പറഞ്ഞു വരുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന പോലെ കാണിച്ചു, ഇതൊരു ഗോസിപ്പാണ്. അപ്പൊ അതിന് യാഥാർത്ഥ്യതയുണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ എപ്പോഴും പറയുന്നത് 10 കാക്ക ശ്രദ്ധിച്ചു, ഇതൊരു ഒരു ഗോസിപ്പിന്റെ ഒരു ഉദാഹരണമാണ്. എപ്പോഴും കോമൺ ആയിട്ട് നമ്മൾ മലയാളികൾ പറയുന്ന ഒരു സംഗതിയാണ്, രാവിലെ എഴുന്നേറ്റ് 10 കാക്ക ശ്രദ്ധിച്ചു. പിന്നെ പ്രോബബിലിറ്റി ചെയിൻ, അത് ആകണമെന്നൊന്നുമില്ല, അങ്ങനെയാകാം ഇങ്ങനെയാകാം, പ്രോബബിലിറ്റി, അത് അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ചെയിൻ. അപ്പൊ ഗ്രേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ട്രക്ചറൊന്നുമില്ല, ആരോടും സംസാരിക്കാം. സിംഗിൾ സ്റ്റാൻഡ് ഏതെങ്കിലും ഒരു പ്രത്യേക സ്റ്റാൻഡിൽ ലെവലിൽ വെച്ചിട്ട് സംസാരിക്കുന്നതാകാം. ദെൻ ക്ലസ്റ്റർ ചെയിൻ, ഒരു ക്ലസ്റ്ററിനകത്ത് മാത്രം, ആ ഏരിയയിൽ മാത്രം സംസാരിക്കാം. ഒരു ഗ്രൂപ്പ് മാത്രം, ഈ ഒരു മുറിയിലിരിക്കുന്ന ആൾക്കാരുമായിട്ട് മാത്രമുള്ള സംസാരമാണ്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നിൽക്കുന്ന അവർ മാത്രമായിട്ടുള്ളതാകാം, അല്ലെങ്കിൽ സെയിൽസ് നിൽക്കുന്ന അവർ മാത്രമായിട്ട്. ദാറ്റ് ഇസ് കോൾഡ് ക്ലസ്റ്റർ ചെയിൻ.
എന്തൊക്കെയാണ് ബാരിയേഴ്സ് ഉള്ളത്? ഈ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ നമ്മൾ നേരിടുന്നത്? ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ടാകാം, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ടാകാം, സിറ്റുവേഷണൽ ബാരിയേഴ്സ് ഉണ്ടാകാം, സോഷ്യൽ ബാരിയേഴ്സ്, പല തരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട്. അതിനകത്ത് ഫിസിക്കൽ ബാരിയേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വലിയ പ്രശ്നം ഡിസ്റ്റൻസ്. സെൻഡറും റിസീവറുമായിട്ടുള്ള അകലം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബാരിയറാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നിന്ന് നമ്മൾ പറയുന്നതിൻ്റെ അത്രയും ക്ലാരിറ്റി അകന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഒന്ന് ലിസണിങ് ഉണ്ടാകാം, കേൾക്കുന്നതിൻ്റെ ഉണ്ടാകാം, മീനിങ്ങിൻ്റെ ഉണ്ടാകാം, ക്ലാരിറ്റിയുടെ കുറവുണ്ടാകാം. അപ്പോൾ ഡിസ്റ്റൻസ് ആദ്യം ഒരു ബാരിയറാണ്. അപ്പോൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കേൾക്കത്തക്ക വണ്ണമുള്ള ഡിസ്റ്റൻസുകൾ നമ്മൾ വെക്കുക. അതല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യാം. പിന്നെ ശബ്ദം. അപ്പം ഏതെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഫാനിൻ്റെ ശബ്ദമാകാം, ചുറ്റുപാടുകളുണ്ടാകുന്ന സൗണ്ടുകളാകാം, വേറെ ആൾക്കാരുണ്ടാകുന്ന സൗണ്ടുകളാകാം, മെഷീൻസിൻ്റെ സൗണ്ടുകളാകാം, എന്തുവാകാം. അപ്പം നോയ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ബാരിയറാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷന് ഡിസ്റ്റൻസ് ഉണ്ട്, ശബ്ദമുണ്ട്. ദെൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പലപ്പോഴും നമുക്കറിയാൻ പറ്റും, നമ്മുടെ ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വലിയൊരു പ്രശ്നം കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് റേഞ്ച് ഇല്ല എന്ന് നമ്മൾ പറയാം. ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മളവിടെ പറയുന്ന സമയത്ത് അതിൻ്റെ ടെക്നോളജി വൈസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊരു ബാരിയറാണ്. അല്ലെങ്കിൽ പുതിയ ടെക്നോളജികൾ വരുന്നത് അത് മനസ്സിലാക്കാനുള്ളതിനെ കുറിച്ചാണ്. അപ്പം ബാരിയേഴ്സ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉണ്ട്. ദെൻ ഓർഗനൈസേഷൻ ക്ലൈമറ്റ് ഡയമെൻഷൻ. ക്ലൈമറ്റ് പല കാര്യങ്ങളാണ് ക്ലൈമറ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന സ്ട്രക്ചറിലും കാര്യങ്ങളൊക്കെയാണ് ക്ലൈമറ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിഫറെൻറ്റ് ടൈം സോൺസ്. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള ഒരു സ്ഥലത്തേക്ക് പറയും. എക്സാമ്പിൾ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് 2 ടൈം സോൺസ് വരിക, സമയവ്യത്യാസങ്ങൾ വരിക. നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ദുബായിക്ക് ഫോൺ വിളിക്കും, അപ്പോൾ നമ്മൾ ടൈം സോൺസിൻ്റെ വ്യത്യാസമുണ്ട്. ഇവിടുന്ന് അമേരിക്കയിൽ നമ്മൾ വിളിക്കുക, അപ്പോൾ ടൈം സോണിൻ്റെ വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ പകലായിരിക്കുമ്പോൾ ഇവിടെ രാത്രിയായിരിക്കും. അപ്പോൾ ഇതൊരു ഫിസിക്കൽ ബാരിയറാണ്. അപ്പം ഫിസിക്കൽ ബാരിയേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട്, നോയ്സ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, ഓർഗനൈസേഷൻ ക്ലൈമറ്റ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈം സോൺസ് ഉണ്ട്. ദെൻ അടുത്തത് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. സൈക്കോളജി ബാരിയേഴ്സ് അസംഷൻ ഓർ പ്രീ കൺസീവ്ഡ് നോഷൻസ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അയാളാണെങ്കിൽ അത് അങ്ങനെയായിരിക്കും പറയുന്നത്. ഒരു സൈക്കോളജിക്കലാണ്. അപ്പം ഈ എന്തു പറഞ്ഞു എന്നുള്ളതിനെ ആര് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് നിൽക്കാം. അപ്പം നമ്മൾ ചിലർ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, ചിലർ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അത് ഒരു പ്രീ കൺസീവ്ഡ് നോഷനാണ്. നമ്മൾ അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയായിരിക്കുക, അല്ലെങ്കിൽ അയാൾ പറയുന്നതിനകത്ത് തെറ്റുണ്ടാകും, അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രീ കൺസീവ്ഡ് നോഷൻസ് നമുക്കുണ്ടാകും. ദെൻ എമോഷണൽ സ്റ്റേറ്റ്, വൈകാരികമായി. അപ്പം നമ്മൾ പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം എമോഷൻസ് അതിനകത്തൊരു ഭയങ്കര ബാധകമാണ്. അപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നോർമലായിട്ട് നമ്മളിരിക്കുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ വികാരങ്ങളൊന്നും ഇല്ലാതെ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഇരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ എമോഷണൽ സ്റ്റേറ്റ്, സങ്കടപ്പെട്ടിരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ആങ്കർ ആയിരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ എമോഷണൽ സ്റ്റേറ്റ് ഒരു സൈക്കോളജിക്കൽ ബാരിയറാണ്. ദെൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ്. ഓരോന്നിനൊരു ആറ്റിറ്റ്യൂഡ് വാല്യൂസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയോടെ അല്ലെങ്കിൽ ഒരു സംഗതിയോടെ അല്ലെങ്കിൽ ഒരു കാര്യത്തോട് നമ്മുടെ ഉള്ള സമീപനമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് നെഗറ്റീവ്സും ആകാം. പിന്നെ വാല്യൂസ്, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾക്ക് നമുക്കൊരു വില കൊടുക്കുക. ഇപ്പം ഇന്നയാൾ പറഞ്ഞു നമ്മൾ കേട്ടേ പറ്റും, ഇന്നയാൾ പറഞ്ഞത് വേണ്ട, അല്ലെങ്കിൽ ഇന്നയാളത് അതിനെ മൈൻഡ് ചെയ്യല. അപ്പം നമുക്കുണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ് അത് സൈക്കോളജിക്കൽ ബാരിയറാണ്. ദെൻ ഫിയർ ഓഫ് നെഗറ്റീവ് സെൽഫ് ഇമേജ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെങ്ങനെ ധരിക്കും, ഞാൻ പറഞ്ഞത് ശരിയാവില്ല. പലപ്പോഴും ആൾക്കാർ പറയുന്നു ഞാൻ പറഞ്ഞത് ശരിയാവുമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്ന അവർ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല. എങ്ങനെ വേണ്ടല്ലോ. അപ്പം ഫിയർ ഓഫ് നെഗറ്റീവ് സെൽഫ് ഇമേജ്, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ചിന്താഗതിയിൽ ഉള്ള വ്യത്യാസം, അതാണ് നെഗറ്റീവ് സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. ദെൻ പ്യുവർ ലിസണിങ് സ്കിൽസ്. അപ്പോൾ അടുത്ത കമ്മ്യൂണിക്കേഷൻ സൈക്കോളജി വരുന്നത് നമ്മൾ കേൾവിക്കാരനാകാനുള്ള മടി. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നതിന് വെച്ചാൽ ഒരാൾ പറയാൻ തുടങ്ങുമ്പോൾ കേൾക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ അഭിപ്രായം പറയും. അപ്പോൾ ഒന്ന് മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്കാനുള്ളതില്ല. അപ്പം ഒരു ലിസണിങ് സ്കില്ല് കുറവാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ശരിക്കും നടക്കുകയാണ്.
ഒന്ന് കേൾക്കണം. അപ്പോൾ ബാരിയേഴ്സ്, ദെൻ അതർ ബാരിയേഴ്സ്, ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്. ലാംഗ്വേജിൻ്റെ ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പം മലയാളം സംസാരിക്കുന്നത് തന്നെ പല വ്യത്യാസങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പം തിരുവനന്തപുരം സൈഡിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മൾ മുടുക്ക് എന്ന് പറയാം. മുടുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മുടുക്ക് എന്താണെന്ന് വെച്ചാൽ അതൊരു ഇടവഴിക്ക് അവർ പറയുന്നത് മുടുക്ക് എന്നാണ് പറയുന്നത്. കോട്ടയം സൈഡിലേക്ക് ഇടവഴി എന്ന് പറയാം. അപ്പം കണ്ണൂർ ചെല്ലുമ്പം വേറെ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം ഒരു എണ്ണമുണ്ട്. അപ്പം തൃശ്ശൂർ ഇപ്പോൾ ആയത്ത് ചെയ്യുക, തൃശ്ശൂർ ആയത്ത് ചെയ്യാന്ന് വെച്ചാൽ പതുക്കെ ചെയ്താൽ മതി. നമ്മൾ ആയത്ത് ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് ശരിക്കുള്ള മീനിങ് എടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പം കോഴിക്കോട് സൈഡിൽ കുത്തിയിരിക്കുന്ന അവർ കയറിയിരിക്കാനാണ് പറയുന്നത്. എറണാകുളത്തൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറിയിരിക്കൂ എന്നാണ് പറയുന്നത്. ട്രിവാൻഡ്രത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇരിക്കൂ എന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അപ്പം ഇത് അല്ലെ നിൽക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ നിൽക്കാതല്ല, അവർ നിൽക്കൂ എന്ന് പറഞ്ഞാൽ കയറി വന്നിരിക്കൂ എന്നുള്ള അർത്ഥമാണ്. അപ്പം ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് ഉണ്ടാകാം. പിന്നെ ലിംഗ്വിസ്റ്റിക് രണ്ട് ഇപ്പം ഒരിടത്ത് കർണാടകയിൽ ചെന്ന് കന്നഡയും ഹിന്ദിയും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടാകും. ചിലപ്പോൾ തമിഴ്നാട്ടിൽ ചെന്നിട്ട് പറയുന്നതിൻ്റെ പ്രശ്നം മലയാളം തമിഴും തമ്മിൽ പറയുന്നതിൻ്റെ വ്യത്യാസം ഉണ്ടാകും. ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജിൻ്റെ അർത്ഥത്തിലാകാം, ഭാഷയിലാകാം, അതിൻ്റെ മീഡിയയിലാകാം, ഇംഗ്ലീഷോ മലയാളമോ അങ്ങനെയുള്ളതിൻ്റെ ആകാം, ഹിന്ദി തമിഴ് അങ്ങനെയുള്ളതിൻ്റെ ആകാം. അത് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്. ദെൻ കൾച്ചറൽ ബാരിയേഴ്സ്. ഓരോ കൾച്ചറുണ്ട്, ഓരോ കാര്യത്തിൽ ഓരോരുത്തരുടെ കൾച്ചറുണ്ട്. കൾച്ചറൽ ബാരിയേഴ്സ് കമ്മ്യൂണിക്കേഷൻ, അവിടെ മിക്കവാറും സംസാരിക്കുന്ന ഭാഷയിലേക്ക് കൾച്ചറൽ ബാരിയേഴ്സ് ഉണ്ടാകാം. അപ്പം ഒരു കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ, കയറിയിരിക്കുന്ന നമസ്തേ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കൾച്ചറൽ ബാരിയേഴ്സാണ്. ഏറ്റവും വലിയൊരു കൾച്ചർ തല കുലുക്കുന്നതിൻ്റെ. ചിലത് ഇങ്ങനെ എന്നാൽ അത് നോന്നാണ്, തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തും വലത്തും ആക്കി കഴിഞ്ഞാൽ അത് നോന്നാണ്. ചില സ്ഥലത്ത് അത് ശരി എന്നുള്ളതാണ്. മുകളിലോട്ടും താഴോട്ടും ആക്കിയ ചില സ്ഥലത്ത് ഇല്ല എന്നാണ്, ചില സ്ഥലത്ത് ശരി എന്നുള്ളതാണ്. അപ്പം ഇത് കൾച്ചറൽ ബാരിയേഴ്സ് നമുക്കുണ്ടാകും. ദെൻ സോഷ്യൽ ഫാക്ടേഴ്സ്, സാമൂഹികമായ സാമുദായികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അവിടെ ചിന്താഗതികളാകാം, പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാകാം, വിശ്വാസങ്ങൾക്കുണ്ടാകാം, നമുക്ക് സോഷ്യൽ ബാരിയേഴ്സ് ഉണ്ടാകാം. അപ്പം ഒന്നുകൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ലീഡേഴ്സിലേക്ക് വരാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഇൻഫർമേഷൻ റിസീവ് ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം, പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേഷന് നമുക്ക് ഉപയോഗിക്കാം, എംപ്ലോയീസിനെ ജോബ് കൺവേ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബിഹേവിയർ ചേഞ്ചസ് വരുത്തി നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം, എൻഹാൻസ് സോഷ്യലൈസേഷൻ നെറ്റ്വർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ്, കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാനായിട്ടൊരു മാധ്യമമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്? എക്സ്പ്രഷന്, കൺട്രോൾ ചെയ്യുക, ദെൻ മോട്ടിവേഷൻ, കോർഡിനേഷൻ, പ്രോബ്ലം സോൾവിങ്, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്. എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ്? സെൻറ്റർ വേണം, ട്രാൻസ്മിറ്റർ വേണം, ചാനൽ വേണം, റിസീവർ വേണം, ഫീഡ്ബാക്ക് വേണം, നോയ്സ് വേണം, ദെൻ എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്. ഇത്തരം കാര്യങ്ങളാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ടൂൾസ് അല്ലെ എലമെൻറ്റ്സ് ഇതൊക്കെയാണ് നടക്കുന്നത്. ദെൻ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ്? ഒരു സെൻറ്റർ വേണം, അത് എൻകോഡ് ചെയ്യണം, ദെൻ ചാനൽ വേണം, ഡീകോഡ് ചെയ്യണം, റിസീവ് ചെയ്യണം, ദെൻ ഫീഡ്ബാക്ക് വേണം. ഇത്രയാണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ്. കമ്മ്യൂണിക്കേഷൻ വളരാനുള്ള രീതി ഇതൊക്കെയാണ്. ദെൻ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ദെൻ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ദെൻ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വീൽ ചെയിൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഗ്രേപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സിംഗിൾ സ്ട്രെയിൻ, ഗോസിപ്പ്, പ്രോബബിലിറ്റി. ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ക്ലസ്റ്റർ ചെയിൻ കമ്മ്യൂണിക്കേഷൻ. ദെൻ ബാരിയേഴ്സ്, ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ട്. ഫിസിക്കൽ ബാരിയേഴ്സ് ആണ് ഡിസ്റ്റൻസ്, നോയ്സ്, ടെക്നോളജി, organizational diamond climate, different time zones. Then physical psychological barriers, assumption of perceived notions. Now മുൻകൂട്ടി നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുക. വൈകാരികമായിട്ടുള്ളത് ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ്. ദെൻ ഫിയർ ഓഫ്
negative self-image, pure listening skills. Then other barriers, linguistic barriers, cultural barriers, social factors. Then leadership. Well, leader എന്ന് പറയുന്നത്, then what do you mean by leader? Leader is the person who controls or able to trust the people. അപ്പം മറ്റുള്ളവരെ നമുക്ക് വിശ്വസിക്കാൻ ലീഡർഷിപ്പ് ഉണ്ട്. ലീഡർഷിപ്പ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവാണ് ലീഡർ എന്ന് പറയും. ലീഡർ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ആളെ നമ്മൾ ലീഡർ എന്ന് പറയും. ഓൾ അക്സെപ്റ്റ്, ആ ഗ്രൂപ്പ് മുഴുവൻ അക്സെപ്റ്റ് ചെയ്താൽ ലീഡർഷിപ്പും, ആ ഗ്രൂപ്പിലെ ലീഡറും ആ ഗ്രൂപ്പിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളുടെ ആ കഴിവിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഗ്രൂപ്പിന്റെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട ആളാണ് അയാൾ ലീഡറും. ആ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നതിനുള്ള കഴിവ്, ഒരു വ്യക്തിയുടെ കഴിവാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലീഡർഷിപ്പിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ എന്താണെന്ന് വെച്ചാൽ ഹാവിങ് ക്ലിയർ ഫ്യൂച്ചർ വിഷൻ. നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയാണ്. അപ്പം മഹാത്മാഗാന്ധിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കേണ്ട ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അപ്പോൾ പലരും ഉണ്ട്. നമുക്ക് നെൽസൺ മണ്ടേലയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് പറയാം, നെഹ്റുവിൻ്റെ ലീഡർഷിപ്പിനെ കുറിച്ച് പറയാം, മോദിയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് വേണം നമുക്ക് പറയാം, ഒബാമയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് പറയാം, ഇന്ദിരാഗാന്ധിയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് പറയാം, എല്ലാവരുടെയും ലീഡർഷിപ്പിനെ കുറിച്ച് നമുക്കറിയാം. ഓരോരുത്തർ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം മെയിനായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പം മഹാത്മാഗാന്ധിയുടെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാത്മാഗാന്ധിയുടെ വിഷൻ എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വിഷനായിരുന്നു. അപ്പം അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു വ്യക്തിയാണ് മനുഷ്യൻ്റെ ചിന്താഗതികളെ മാറ്റിയത്. അപ്പം ആഫ്രിക്കയിൽ പോയി ഒരു അടി കൊണ്ടപ്പം, നമ്മൾ പറയുന്ന ആഫ്രിക്കയിൽ പോയി അടി കൊണ്ടപ്പോഴാണ് ഗാന്ധിക്ക് ലീഡർഷിപ്പ് തെളിഞ്ഞതെന്ന് പറയാം. അതല്ല, ഇത് ഒരു ജന്മനാളുള്ളൊരു പഠിക്കേണ്ട ഒരു ലീഡർഷിപ്പാണ്. കാരണം ഒരു വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷൻ കൊണ്ട് സംസാരിച്ച് നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കി കമ്മ്യൂണിക്കേറ്റ്, എന്താണ് എൻ്റെ വിഷൻ എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ സാധിക്കും. മറ്റുള്ളവരെ ധരിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമല്ല, മറ്റുള്ളവർ ഒന്നിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. ഒന്നിച്ചു കൊണ്ടുവന്ന് മാത്രമല്ല, എന്താണോ നമ്മുടെ വിഷൻ, ആ വിഷൻ സാധിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പൊസിഷനിൽ വരണം. അപ്പം അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തില്ല. അദ്ദേഹം എപ്പോഴും പറഞ്ഞു, ഇതല്ല എൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അപ്പം ആ ഒരു ലെവലിലേക്ക് വന്ന ബാക്കി ഒരു നേതാക്കന്മാരും അവിടം വരെ വന്നിട്ട് പൊസിഷൻ ഏറ്റെടുക്കാത്തതില്ല. അതാണ് ഗാന്ധിയുടെ ഒരു പ്രത്യേകത. അവിടെ പൊസിഷൻ ഏറ്റെടുത്തില്ല. അദ്ദേഹം ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, അധികാരത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല. അപ്പം ഇത് പറയുന്നത് എപ്പോഴും ലീഡർഷിപ്പ് നമ്മൾ പറയുമ്പോൾ ലീഡർഷിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഒരെണ്ണം ഇത് മനസ്സിലുണ്ടെങ്കിൽ നമുക്കൊരു ലീഡറിനെ കുറിച്ച് നമുക്ക് പ്രത്യേകം പറയാൻ സാധിക്കും. അപ്പം അത് ക്ലിയർ വിഷൻ, ഒരു വിഷൻ ഉണ്ടാകണം. നമ്മുടെ ലക്ഷ്യം ഇതാണ് എന്നുള്ളത്, ഇന്നതാണ് എൻ്റെ ലക്ഷ്യം, ഇതാണ് എൻ്റെ എന്നുള്ളൊരു വ്യക്തമായ ധാരണ ഒരു ലീഡർക്ക് ഉണ്ടാകണം. ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പ്രസിങ് സ്കിൽ, അത് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഭാഷയിലൂടെ മനസ്സിനെ മനസ്സിലാക്കി, പ്രകടനങ്ങളിലൂടെ മനസ്സിലാക്കി, അഹിംസയിലൂടെ നേടിയെടുക്കാൻ സാധിച്ചു. അഹിംസ എന്ന് പറയുന്നത് നമ്മളെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് അദ്ദേഹം നമ്മൾ അതിൻ്റെ തീ കൊളുത്തി. അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു, എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചു. ദെൻ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, ദെൻ ഗുഡ് ഡിസിഷൻ എടുക്കുക. ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ, ഡിസിഷൻ എടുത്താൽ എന്താ, ഞാൻ ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നില്ല. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി കൽക്കട്ടയിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെക്കുറിച്ച് അവിടെ ആൾക്കാർ പരസ്പരം വെട്ടി വീഴുന്നതിന് എതിരായിട്ട് അദ്ദേഹം പട്ടിണിക്കിരിക്കുകയായിരുന്നു ചെയ്തത്. വേണമെങ്കിൽ അത് ഡൽഹി പോയി വേണമെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനം ഏറ്റെടുക്കാമായിരുന്നു. ഞാൻ ആകുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരും ഒന്നും പറയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം അതല്ല ചെയ്തു. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ്, അവിടെ ഒരു ഗുഡ് ഡിസിഷൻ എടുത്തു, തീരുമാനമെടുത്തു. ദെൻ ഹൈ ലെവൽ ഓഫ് പാഷൻ ആൻഡ് ഡെഡിക്കേഷൻ, ചെയ്യുന്ന കാര്യത്തിൽ പാഷൻ വേണം, അത് നമ്മുടെ മനസ്സിലുണ്ടാകണം, അതിനുവേണ്ടി ശ്രമിക്കണം. ദെൻ ഹോൾഡിങ് ഗുഡ് മോറൽ വാല്യൂസ്, മോറൽ വാല്യൂസ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനകത്ത്
നമുക്കൊരു സത്യസന്ധത, അതിനൊരു വാല്യൂ നമുക്കുണ്ടായിരിക്കണം. അപ്പം ഒരു ക്ലിയർ ഫ്യൂച്ചർ വിഷൻ ഉണ്ടാകണം, ഭാവി ഉണ്ടാകണം. ഒരു ഭാവി എന്താകണം എന്നുള്ള ചിന്ത ഉണ്ടാകണം. നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. ഡിസിഷൻ മേക്കിങ്ങിനുള്ള കഴിവുണ്ടായിരിക്കണം. ചെയ്യുന്ന കാര്യത്തിൽ പാഷൻ, ഡെഡിക്കേഷൻ ഉണ്ടാകണം. ഒരു മോറൽ ആൻഡ് വാല്യൂസ് ഉണ്ടാകണം. ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളതും അതിൻ്റെ നമ്മൾ വാല്യൂ കൊടുക്കുന്ന ലീഡർഷിപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ട്രേറ്റ്സ് എന്തൊക്കെയാണ്? അപ്പം അഡാപ്റ്റീവ് ടു സിറ്റുവേഷൻ. ഒരാളുടെ ഒരു ലീഡറിൻ്റെ കഴിവ് എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ സാഹചര്യമായിട്ട് ചേരാൻ ഉള്ള കഴിവ് വേണം. അലർട്ട് ടു സോഷ്യൽ എൻവയോൺമെന്റ്, ചുറ്റുപാടുകളെ കുറിച്ച് വ്യക്തമായ ഒരു ബോധം വേണം, അവബോധം വേണം. അംബീഷ്യസ്, അച്ചീവ്മെന്റ് ഓറിയന്റഡ് ആയിരിക്കണം. അംബീഷ്യസ് ആയിരിക്കണം, എന്തൊക്കെ ലക്ഷ്യങ്ങൾ നമ്മൾ ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുക്കാനായിട്ടുള്ള അത് അച്ചീവബിൾ ആയിരിക്കണം. ആ നേടിയെടുക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ദെൻ കോപ്പറേറ്റീവ്, മറ്റുള്ളവരുമായിട്ട് ചേർന്ന് കോപ്പറേറ്റീവ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള. പിന്നെ ഡിസിസീവ്നെസ്, ഡിസിഷൻ മേക്കിങ്ങിനകത്ത് എടുക്കുക. ദെൻ പെർസിസ്റ്റൻറ്റ്, ഒരു തുടക്കത്തിൽ ആരംഭശൂര ഖലു കേരളീയ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം പെർസിസ്റ്റ് ആയിരിക്കും. നമ്മൾ എടുക്കാൻ ചെയ്ത കാര്യങ്ങളെ ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾക്ക് കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നത്. അത് എന്ത് വന്നു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനുള്ള പെർസിസ്റ്റൻസ് ആയിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ദെൻ ടോളറൻസ് ഓഫ് സ്ട്രെസ്, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. വില്ലിംഗ് ടു അസ്യൂം റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മാനസികമായ ധൈര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഒരു ലീഡർഷിപ്പിനുള്ള സ്കിൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ട്രേറ്റ്സ്, എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളത്? സിറ്റുവേഷനായിട്ട് ചേരാൻ സാധിക്കണം, ചുറ്റുപാടുകളെ കുറിച്ച് ബോധവാനായിരിക്കണം, അംബീഷ്യസ് ആയിരിക്കണം, അച്ചീവ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഓറിയന്റേഷൻ, നേടിയെടുക്കാനുള്ള ഒരു മാനസികമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം, മറ്റുള്ളവർക്ക് ചേരാൻ സാധിക്കണം, ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാകണം, കണ്ടിന്യൂറ്റി ഉണ്ടാകും, ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് പോകരുത്, സസ്റ്റെയിൻ ആയിട്ട്, റെസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ ലെവലിൽ തന്നെ അതിനെ നമുക്ക് ചെയ്ത് മുമ്പോട്ട് പോകാണ്ടിരിക്കണം. ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം, സ്ട്രെസ്സിനെ അതിജീവിക്കാനായിട്ടുള്ള കഴിവ് വേണം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള, ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മാനസികമായ അവസ്ഥയുണ്ട്. എന്തൊക്കെയാണ് സ്കിൽ എന്ന് പറയുന്നത്? അപ്പോൾ ക്ലവർ ആയിരിക്കണം, ഇൻ്റലിജൻ്റ് ആയിരിക്കണം. ഒരു ലീഡർ എന്ന് പറഞ്ഞ് ഇൻ്റലിജൻ്റ് ആയിരിക്കണം, കൺസെപ്റ്റിൽ ടെക്നോളജിക്കലി സ്കിൽഡ് ആയിരിക്കും, കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പറയാനും ചെയ്യാനായിട്ടുള്ള ഇതുണ്ടാകണം. ക്രിയേറ്റീവ് ആയിരുന്നു, ഓൾവേസ് ക്രിയേറ്റീവ്. അപ്പോൾ എപ്പോഴും ക്രിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമ്പം അതിൻ്റേതായ വ്യക്തത ഉണ്ടാക്കാനായിട്ടുള്ളത് കാര്യം, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കാര്യം, എന്തെങ്കിലും പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ഉണ്ടാക്കാനുള്ള കഴിവാണ്. അതായത് ക്രിയേറ്റീവ്. ഡിപ്ലോമാറ്റിക് ആൻഡ് ടാക്ട്ഫുൾ, എപ്പോഴും ഒരു ലീഡർ ഡിപ്ലോമസി ഉണ്ടായിരിക്കണം. അപ്പോൾ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ആരെയും പിണക്കാതെ കൊണ്ട് നടക്കുക എന്നുള്ളത് ആണ്. എങ്കിലും വേണ്ട കാര്യം വേണ്ട സമയത്ത് വേണ്ടതുപോലെ പറയാനായിട്ടുള്ള കഴിവുകൊണ്ട് ഡിപ്ലോമസിയാണ്. അത് ടാക്ട്ഫുൾ ആയിരിക്കണം, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ പറയണം. ഒരേ കാര്യം തന്നെ പല രീതിയിൽ നമുക്ക് പറയാം. ഒരാൾ വഴക്ക് പറയണമെങ്കിൽ നേരിട്ട് നമുക്ക് ഫയർ ചെയ്യാം, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അത് അയാളെ ഹട്ട് ചെയ്യാത്തൊക്കെ വേണം കാര്യങ്ങൾ ടാക്ട്ഫുള്ളായിട്ട് ചെയ്യുക. അപ്പോൾ ടാക്ട്ഫുൾ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, അതിനെ കൈകാര്യം ചെയ്യുന്ന ടാക്ട്ഫുൾ എന്ന് പറയുന്നത്. പിന്നെ ഫ്ലുവൻ്റ് ഇൻ സ്പീക്കിംഗ്, പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാനുള്ള കഴിവ് വേണം. ഫ്ലുവൻ്റ് ഇൻ സ്പീക്കിംഗ് ലാംഗ്വേജ് അല്ല. നമ്മളൊരു നല്ല കാര്യം നിർത്താതെ, ഇപ്പോൾ ഒരു കാര്യം നിർത്താതെ നോൺ സ്റ്റോപ്പായിട്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കുന്നതിനല്ല, പറയുന്ന കാര്യങ്ങളുടെ ക്ലാരിറ്റി, പറയുന്ന കാര്യങ്ങൾക്ക് അത് മനസ്സിലാകുക. അപ്പം അവിടെ ഒരു ഗ്രാമറോ കാര്യങ്ങളെക്കാട്ടിലും കൂടുതൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മറ്റുള്ളവരെ ധരിപ്പിക്കാനുള്ളതാണ് ഫ്ലുവൻസി ഇൻ സ്പീക്കിംഗ്. നോളജ് അബൌട്ട് ദ ഗ്രൂപ്പ് ടാസ്ക്, എന്താണ് നമ്മുടെ ലക്ഷ്യം, ഗ്രൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ള ഒരു അറിവുണ്ടായിരിക്കണം. ഒരു ടാസ്ക് ഓർഗനൈസ്ഡ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി ഉണ്ടാക്കണം. പിന്നെ പെർസ്യൂൻ സോഷ്യലി സ്കില്ല്, അപ്പം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു സോഷ്യലി സ്കില്ലായിരിക്കണം. അപ്പം ഒന്ന് ട്രേഡ്സ് എന്തൊക്കെയാണ് അവൻ്റെ വേണ്ടത്, ഒന്ന് എന്തൊക്കെ കഴിവുകളാണ് ഒരു ലീഡർക്ക് വേണ്ടത്. ബിഹേവിയറൽ തിയറീസ് ഓഫ് ലീഡർ പല തിയറി ഉണ്ട്. അതിനകത്ത് ആദ്യത്തെ ബിഹേവിയറൽ തിയറിയാണ്. അപ്പം ഈ ബിഹേവിയർ തിയറിസ്റ്റ് പറയുന്ന ഒരു ലീഡർ എന്ന് പറയുന്ന
പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റിസൾട്ടിന് അല്ലെങ്കിൽ കൺസേൺ ഫോർ പീപ്പിൾ ആയിരിക്കും. പല തിയറി കൊണ്ടുള്ള ചില ലീഡർ എന്ന് പറഞ്ഞാൽ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആണ്, ഓർ കൺസേൺ ഫോർ പീപ്പിൾ. അപ്പോൾ രണ്ട് രീതിയിലുള്ളതാണ്. ഒന്ന് പ്രൊഡക്ഷനിലെ റിസൾട്ടിനകത്ത് വെക്കാം, ഓർ ഒന്നെങ്കിൽ പീപ്പിളിനെ വെക്കാം. ഒരു ബിഹേവിയർ തിയറി എന്ന് പറയുന്നത് ഒരു ലീഡർ ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ അതിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ലീഡറാകാം, അല്ലെങ്കിൽ വ്യക്തികളെ അല്ലെങ്കിൽ അവിടുത്തെ ആ ഓർഗനൈസേഷനെ ആൾക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളായിരിക്കാം. അപ്പം രണ്ട് തരത്തിലുള്ള ലീഡറാണ്. ഒന്നെങ്കിൽ നമ്മൾ പ്രൊഡക്ഷനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ വ്യക്തികളെ ചെയ്യുന്നത്. അപ്പം ഏതൊക്കെ ലീഡർഷിപ്പ് ടൈപ്സ് ആണ് ഇതിനകത്തുള്ളത്? ഒന്ന് ഇംപവറിഷ്ഡ് ലീഡർ. ഒന്നെങ്കിൽ അവർ പ്രൊഡക്ഷനെ മാത്രം കേന്ദ്രീകരിക്കുന്ന ലീഡറാകാം, ഒന്നെങ്കിൽ കൺട്രി ക്ലബ്, ഒന്നെങ്കിൽ മാനേജ്മെന്റിനെ ആയിരിക്കാം ചെയ്യാം, അല്ലെങ്കിൽ അതോറിറ്റി ആയിട്ട് കംപ്ലയിൻസ് ഓഫ് മാനേജ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മിഡിൽ ലോഡ് മാനേജ്മെന്റ് ആയിരിക്കും. ഒന്നെങ്കിൽ അവർ പീപ്പിൾ ആൾക്കാരെ വിചാരിക്കുന്നതാകാം, ഒന്നെങ്കിൽ കമ്പനികളെ വിചാരിക്കുന്നതാകാം, അല്ലെങ്കിൽ മനുഷ്യരെയും ഇത് വ്യക്തികളെ ഇതും ചെയ്യുന്ന. അപ്പം 4 തരത്തിലുള്ള ഇതാണ്. ഒന്ന് വ്യക്തികളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ, പ്രൊഡക്ഷനെ മാത്രം ബേസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെ അതോറിറ്റേറ്റീവ് അല്ലെ മാനേജ്മെന്റിന്റെ കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നത് കേൾക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മിഡിൽ ലോഡ് ഇതൊന്നുമല്ല അവിടെ ഇവിടെയുമല്ലാതെ നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കാം, അല്ലെങ്കിൽ ടീം മാനേജ്മെന്റ്. അപ്പോൾ ഇത്രയും കാര്യത്തിലാണ് ഈ ബിഹേവിയർ പറയുന്നത്. അപ്പം 2 തരത്തിലുള്ള മാനേജേഴ്സിനുണ്ടാകാം, എക്സ് മാനേജേഴ്സ് ആൻഡ് വൈ മാനേജേഴ്സ്. അപ്പം എക്സ് മാനേജർ പ്രാക്ടീസ് ആൻഡ് അതോറിറ്റേറിയൻ സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്, അതായത് അവർ ഓർഡർ കൊടുക്കുന്ന മാനേജേഴ്സ് ആയിരിക്കാം എക്സ് മാനേജർ സ്റ്റൈൽ. എക്സ് ആൻഡ് വൈ മാനേജേഴ്സ് ഏരിയയാണ്. 2 തരത്തിലുള്ള മാനേജേഴ്സാണ്. ഒന്നെങ്കിൽ അവർ അതോറിറ്റേറിയൻ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം മാനേജർ മുകളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും എല്ലാ എംപ്ലോയീസിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒന്നാകാം. അപ്പം ഇതിനകത്തുള്ള എംപ്ലോയീസ് ആർ ലേസി ആൻഡ് ഡിസിൻട്രസ്റ്റഡ് ഇൻ വർക്ക് ആയിരിക്കാം. അപ്പം എക്സ് തിയറി ഓഫ് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് ഓൺലി കോൺസെൻട്രേറ്റിംഗ് ഓൺ അതോറിറ്റേറിയൻ. അവർ അടിച്ചമർത്തി മറ്റുള്ളവരെ ഭരിപ്പിക്കുകയായിരിക്കും, ജോലി ചെയ്യിക്കാതിരിക്കുകയായിരിക്കാം ചെയ്യുന്നത്. അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാകാം. അങ്ങനെയുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ച് ലേസി ആൻഡ് ഡിസിൻട്രസ്റ്റഡ് ആയിരിക്കാം. വൈ ആണ് പ്രാക്ടീസ് ദ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്. അതായത് ഒന്ന് അതോറിറ്റേറിയൻ ആയിരിക്കാം, അടുത്തത് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് ആയിരിക്കും. ആൾക്കാർ ചേർത്ത് പിടിച്ച് അപ്പോൾ അവരുടെ കാര്യങ്ങളോട് കേട്ട് നമ്മൾ മുമ്പോട്ട് പോകാം. ഒന്ന് ഡെമോക്രാറ്റിക് വേ, ഒന്ന് ഓട്ടോക്രാറ്റിക് വേ. എംപ്ലോയി സെൽഫ് ഡയറക്റ്റഡ് ആൻഡ് സെൽഫ് കൺട്രോൾ ആയിരിക്കും. അവരെ തന്നെ അവർക്ക് നിയമം ഉണ്ടായിട്ട് ചെയ്യണം. കമ്മിറ്റ്മെന്റ് ആൻഡ് ഡെഡിക്കേഷൻ ഡിറ്റർമിൻ ദ റിവാർഡ്സ്. അപ്പോൾ അവരുടെ ജോലിയുടെ ഫലമായിരിക്കും. അപ്പം രണ്ട് തരത്തിലുള്ള മാനേജ്മെന്റ് ലീഡേഴ്സ് ആണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മാനേജേഴ്സ് ആണ്. ഒന്ന് അതോറിറ്റേറിയൻ ആയിട്ടുള്ളത്, ഒന്ന് ഡെമോക്രാറ്റിക് വേ ഓഫ് ലീഡർഷിപ്പ്. ഈ 2 ലീഡർഷിപ്പിനാണ് പറയുന്നത്. രണ്ടിലും വ്യത്യാസം എന്താണ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് മനസ്സിലാക്കണം. ദെൻ കണ്ടിജൻസി ഓർ സിറ്റുവേഷൻ തിയറീസ്. അപ്പം ഒന്ന് നമ്മളെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഗുഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അപ്പോൾ പീപ്പിൾ ഓറിയന്റഡ് ലീഡർഷിപ്പ് ഹൈ ലോ പീപ്പിൾ സെൻറ്റേർഡ് ആയിരിക്കും. അപ്പം ആൾക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഹൈ LPC എന്ന് വെച്ചാൽ കൂടുതൽ ഇങ്ങനെയുള്ള മാനേജേഴ്സ് കൂടുതലും അവർ ലീഡേഴ്സ് എങ്ങനെ വെച്ചാൽ അവിടുത്തെ സ്റ്റാഫിനെ എംപ്ലോയീസ് ആയിരിക്കും, പീപ്പിൾ ഓറിയന്റഡ് ആയിരിക്കും. അപ്പോൾ ലോ ആകുമ്പോൾ അവർ പീപ്പിൾ ആയിരിക്കുകയില്ല, അവരെ ടാസ്ക് ഓറിയന്റഡ് ആയിരിക്കും. നമ്മൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയില്ല. എക്സും വൈയുടെ അത് തന്നെയാണ്. ഒന്ന് അതോറിറ്റേറിയൻ, ഒന്ന് ഡെമോക്രാറ്റിക് വേ. ഇവിടെ അത് തന്നെയാണ് കണ്ടിജൻസി തിയറി, സിറ്റുവേഷനിൽ തിയറി ലീഡർഷിപ്പ്. ഒന്ന് ഹൈ LPC ആയിരിക്കും, ഒന്ന് ലോ LPC ആയിരിക്കും. ഒന്ന് കൺസേൺഡ് അബൌട്ട് ദ പീപ്പിൾ, ദെൻ കൺസേൺഡ് അബൌട്ട് ദ ടാസ്ക്. ഒന്ന് ടാസ്ക് തീർക്കുന്നതിനെ കുറിച്ച്, ചെയ്ത ജോലി അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ദെൻ ഫൈനലൈസ് കണ്ടിജൻസി തിയറി. അപ്പോൾ ഇതിനകത്ത് ഈ ലീഡർ മെമ്പർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഫൈനലൈസ് കണ്ടിജൻസി തിയറിക്ക് ലീഡർ മെമ്പർ റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിൽ എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നുള്ളതാണ്. ഒന്ന് ടാസ്ക് സ്ട്രക്ചർ, ഇൻഡിക്കേറ്റ് സിറ്റുവേഷൻ ഫേവറബിൾ ഇൻഡിക്കേഷൻ ഡിഗ്രി ടു ജോബ് അസൈൻമെന്റ് ആർ വെൽ സ്ട്രക്ചേർഡ്. അപ്പം ഒന്ന് ടാസ്ക് സ്ട്രക്ചർ ആയിരിക്കും, ഒന്ന് ലീഡർ മെമ്പർ റിലേഷൻഷിപ്പ് ആയിരിക്കും, ഒന്ന് ടാസ്ക് സ്ട്രക്ചർ ആയിരിക്കും, ഒന്ന് ജോലി തീർക്കുക. അത് എങ്ങനെ ചെയ്യണം അതിനകത്ത് വ്യക്തമായ ഒരു രൂപരേഖകൾ കൊടുക്കുന്നതായിരിക്കണം. ദെൻ പൊസിഷൻ പവർ. അപ്പം ഏത് ഡിഗ്രിയാണ് നമ്മുടെ പവർ, അതായത് മോളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഏത് ലീഡർഷിപ്പും വരുന്ന അതിൻ്റെ പവർ അനുസരിച്ചാണ്.
നമ്മൾ ഹയർ റേറ്റും ഹയർ അതോറിറ്റിയുടെ ഒരു പവർ ആയിരിക്കും, മിഡിലായിരിക്കും, ലോവർ ലെവലായിരിക്കും. അപ്പോൾ പൊസിഷൻ ആയിരിക്കും അവർ ഏത് പൊസിഷനെ വെച്ചിട്ടാണ് നമ്മൾ ലീഡേഴ്സിന് നമ്മൾ കണക്കാക്കുക. പാത്ത് ഗോൾ തിയറി ഒന്ന് ഡയറക്റ്റ് ലീഡർ ആക്കും. ഡയറക്ഷൻ ടു ഗൈഡൻസ് റിക്വയർഡ് അറ്റൻഡിങ് ദ ഓർഗനൈസേഷൻ ഗോൾസ്. അപ്പം ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഓട്ടോക്രാറ്റിക് ലീഡറെ പോലെ തന്നെ അയാൾ ഡയറക്റ്റീവ് ആയിരിക്കും, ഒരാൾക്ക് ഡയറക്ഷൻ കൊടുക്കുക, മുകളിൽ നിന്ന് താഴേക്ക് ഇന്ന രീതിയിൽ ഈ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതിന് കൊടുക്കുക. ദെൻ സപ്പോർട്ടീവ് ലീഡർ, അപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് സപ്പോർട്ട് ചെയ്യിക്കുക, അവർക്ക് ചെയ്യിക്കുക എന്നുള്ളത്. ഒന്ന് പാർട്ടിസിപ്പേറ്റ്, അണ്ടർസ്റ്റാൻഡ് വ്യൂ പോയിന്റ് ബിഫോർ മേക്കിംഗ് എനി ഡിസിഷൻ. അപ്പോൾ ആദ്യത്തേതിനകത്ത് ഡയറക്റ്റീവ് അതോറിറ്റേറ്റീവ് ആയിരിക്കുക, ദെൻ സപ്പോർട്ടീവ് ആയിരിക്കും. അപ്പം അവർ എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് ഫോക്കസ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സപ്പോർട്ടീവായിട്ട് നിൽക്കും. ദെൻ പാർട്ടിസിപ്പേറ്റീവ് ലീഡർ ആയിരിക്കും, അത് അണ്ടർസ്റ്റാൻഡ് ദ വ്യൂ പോയിന്റ് ബിഫോർ മേക്കിംഗ് എ ഡിസിഷൻ. അപ്പം മറ്റുള്ളവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ചെയ്യുന്ന ലീഡേഴ്സ് ആയിരിക്കാം. ഒന്ന് ഓർഡർ കൊടുക്കുന്നതായിരിക്കാം, ഒന്ന് അവരുടെ കൂടി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം, ഒന്ന് അവരുടെ അഭിപ്രായങ്ങളോട് ചേർന്നിട്ട് ചെയ്യുന്ന ലീഡർഷിപ്പ് ആയിരിക്കാം. ദെൻ അച്ചീവ്മെന്റ് ഓറിയന്റഡ്, ലീഡേഴ്സ് എക്സ്പെക്ട് ഫോളോവേഴ്സ് പെർഫോം ദ ഹയസ്റ്റ് ലെവൽ. എന്ത് നിങ്ങൾ ചെയ്താലും അവരുടെ നിന്നുള്ളതായ റിസൾട്ട് കിട്ടുക, അച്ചീവ്മെന്റ് ഓറിയന്റഡ് ആയിരിക്കും. അപ്പം പാത്ത് ഗോൾ തിയറിക്കകത്ത് 4 തരത്തിലുള്ള ലീഡർഷിപ്പാണ് തന്നെ. ഒന്ന് ഡയറക്റ്റ് ലീഡർഷിപ്പ്, അത് അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിരിക്കും, മറ്റുള്ള കൂട്ടത്തിൽ നിന്നിട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് ദാറ്റ് ഇസ് കോൾഡ് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ടാസ്ക് മാത്രം ലീഡർഷിപ്പിന് എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിരിക്കണം, ലീഡർ പാർട്ടിസിപ്പേഷൻ. അപ്പം ഓട്ടോക്രാറ്റിക് ലീഡറുണ്ട്, ദെൻ കൺസൾട്ടേറ്റീവ് ലീഡറുണ്ട്, കൊളാബറേറ്റീവ് ലീഡേഴ്സ് ഉണ്ട്. ഇത് ആ തിയറിക്കകത്ത് ലീഡർഷിപ്പ് പാർട്ടിസിപ്പേഷൻ മോഡൽ തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിന് പറയുന്നത്. ഓട്ടോക്രാറ്റിക് ലീഡർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ACG, ഒന്ന് കൺസൾട്ടേറ്റീവ്, ഒന്ന് കൊളാബറേറ്റീവ്. ഒന്ന് ഓട്ടോക്രാറ്റിക് നമ്മൾ ഓർഡർ കൊടുക്കുന്ന അത് ചെയ്യിക്കുന്നതായിരിക്കാം, മറ്റേ കൺസൾട്ടേറ്റീവ് ആയിരിക്കും, മറ്റുള്ളവരായിട്ട് ചെയ്യുന്നതായിരിക്കാം, ഒന്ന് മറ്റുള്ളവരെ കൂട്ടി കൊണ്ടുപോകുന്നതായിരിക്കാം. ഇത് ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ എന്ന് പറയുന്നത്. ദെൻ ട്രാൻസാക്ഷണൽ തിയറി ഓഫ് ലീഡർ. ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അപ്പം കമാൻഡ് കൊടുക്കുക, മറ്റേ ലീഡർ മോളിൽ നിന്ന് കമാൻഡ് കൊടുക്കുക, കമാൻഡ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള ട്രാൻസാക്ഷനാണ്. നമ്മുടെ ചെയ്യേണ്ട എന്താണോ ആ ആൾക്കാരെ മാറ്റി അവരെ കൊണ്ട് ചെയ്യിക്കാൻ കഴിവുള്ളതാണ് ട്രാൻസാക്ഷണൽ തിയറി എന്ന് പറയുന്നത്. ദെൻ റിവാർഡ്സ് പനിഷ്മെന്റ് മോട്ടിവേറ്റ് വർക്കേഴ്സ് മോർ എഫക്റ്റീവ്ലി. അപ്പം റിവാർഡ് കൊടുക്കുക അല്ലെ പനിഷ്മെന്റ് കൊടുക്കുക, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് കാര്യങ്ങൾ നടത്തി എടുക്കുക എന്നുള്ളതിനെ കൊണ്ട്. അല്ലെ പ്രൈമറി ഗോൾ ടു ഫോളോ കമാൻഡ്സ് ഓഫ് ദ ലീഡർ വർക്കേഴ്സ് കൺസിഡർ. അപ്പോൾ അവരുടെ ജോലി അവർ ഇതിനകത്ത് ട്രാൻസാക്ഷൻ കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡർ മറ്റുള്ളവരെ കണ്ട് അവർ പറയുന്നതനുസരിച്ച് ടാസ്ക് ചെയ്യിക്കാൻ കഴിവുള്ളതാണ് നമ്മൾ ട്രാൻസാക്ഷൻ ലീഡർ എന്ന് പറയുന്നത്. അപ്പം ട്രാൻസാക്ട് ചെയ്യുക എന്ന് വെച്ചാൽ കാര്യങ്ങൾ നടത്തി നമ്മൾ എടുക്കുക, ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസാക്ഷൻ ലീഡർ. അതിനകത്ത് പനിഷ്മെന്റ് ആകാം, അതല്ലെങ്കിൽ റിവാർഡ് കൊടുക്കുന്നതാകാം. അപ്പോൾ പക്ഷേ എപ്പോഴും വർക്കേഴ്സ് കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ പ്രൈമറി ഗോൾ എന്ന് വെച്ചാൽ ലീഡറിൻ്റെ കമാൻഡ് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ലീഡർ ഇൻറ്റു മോണിറ്റർ ദ സബോർഡിനേറ്റ് വൈൽ ദേ ആർ ഡൂയിങ് ദ അസൈൻ ടാസ്ക്. അവർ ലീഡർ മോണിറ്റർ ചെയ്യുക, മോളിൽ നിന്നുകൊണ്ട് ചെയ്യുക. അപ്പം നമ്മൾ എന്തു പറയുന്നു അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു കഴിവ് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യും. ഇതാണ് ട്രാൻസാക്ഷൻ തിയറി ഓഫ് ലീഡർഷിപ്പ്. ദെൻ ട്രാൻസ്ഫർമേഷൻ ലീഡർഷിപ്പ്. സാധാരണ ട്രാൻസ്ഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ആൾക്കാരെ മാറ്റിയെടുക്കാം. ഇതിന് സാധാരണഗതി ട്രാൻസ്ഫർമേഷൻ ലീഡർഷിപ്പ് നമ്മൾ പറയുന്നതൊക്കെ റിലീജിയൻ ലീഡേഴ്സിനെയാണ്, സാമുദായികപരമായ ലീഡേഴ്സിനെയാണ്. അവർ മറ്റുള്ള ട്രാൻസ്ഫർമേഷൻ അവരുടെ ചിന്താഗതിക്കും അവരുടെ കാര്യങ്ങൾക്കും അനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കുക. ഇതിന് അവർ റോൾ മോഡലാകുക. അതിനകത്ത് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ലീഡർ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഓഷോയെ കുറിച്ചാണ്. അപ്പോൾ ട്രാൻസ്ഫർമേഷനാണ് അവിടെ നടത്തുന്നത്. എല്ലാ ലീഡേഴ്സും അതെ, എല്ലാ ലീഡേഴ്സും റിലീജിയസ് ലീഡറാണ്, കരിസ്മാറ്റിക് ലീഡറാണ്, ട്രാൻസ്ഫർമേഷൻ തിയറിയാണ്, അവർ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇൻസ്പയർ മോട്ടിവേറ്റ് ലീഡർ ഷോ ഹൈ enthusiasm deal with the different types of challenges to their subordinate followers. അപ്പോൾ ഇവർ ഇൻസ്പിറേഷണൽ മോട്ടിവേഷൻ ആണ്, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ഇന്ന രീതി നമ്മൾ ചെയ്യുക. സാധാരണ നമ്മൾ കൂടുതലും കാണുന്ന റിലീജിയൻ ഇതിന് ബേസിലാണ് നമ്മൾ ചെയ്യുന്ന കരിസ്മാറ്റിക് ലീഡേഴ്സ് എന്നൊക്കെയാണ് നമ്മൾ ഇവരെ പറയുന്നത്. ദെൻ ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ, അവരുടെ ലീഡേഴ്സായിട്ട് ക്രിയേറ്റ് സബോർഡിനേറ്റ്സ് ആൻഡ് എൻകറേജ് ദം ടു ഡെവലപ്പ് ന്യൂ ഐഡിയാസ്. അപ്പോൾ ഇവരെ കൊണ്ട് പുതിയ ഇത് നമ്മൾ ഓർഗനൈസേഷൻ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് പുതിയ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കി അവരെ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യിക്കുക. അതാണ് ട്രാൻസ്ഫർമേഷണൽ തിയറി എന്ന് പറയുന്നത്.
ദെൻ ഇൻഡിവിജ്വലൈസ് കൺസിഡറേഷൻ. അപ്പോൾ IC ആണ് നീഡ് ടു അച്ചീവ് എ സക്സസ്. അപ്പോൾ ഓരോരുത്തരെയും ഒന്നെങ്കിൽ അവരുടെ ബുദ്ധിപരമാകാം, അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ആകാം, അല്ലെങ്കിൽ അവരുടെ വിജയിക്കാൻ അവരുടെ ത്വരയാകാം. ഇതുകൊണ്ടായി നമ്മൾ ചെയ്യുന്നത്. ദെൻ ചലഞ്ചസ് ലീഡർഷിപ്പ്. അപ്പോൾ ഏറ്റവും ലീഡർഷിപ്പിനകത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് സബോർഡിനേറ്റിൻ്റെ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ലീഡർഷിപ്പിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബോർഡിനേറ്റ് അല്ലെ ഫോളോവേഴ്സിൻ്റെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ്. ദെൻ ടീം മെമ്പേഴ്സിൻ്റെ കോൺഫ്ലിക്റ്റ്. എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് അടുത്തൊരു പ്രശ്നമാണ്, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുക. ദെൻ ഉണ്ടാകുന്ന ലാക്ക് ഓഫ് കോഹസിവ്നെസ്, ഒരു ഒത്തൊരുമ ഒരു ഗ്രൂപ്പിനകത്ത് ഉണ്ടാക്കുക. അതാണ് ലീഡർഷിപ്പിൻ്റെ അടുത്തൊരു എണ്ണം. അവരെ ഒന്നിപ്പിച്ച് കൊണ്ട് നടക്കുക, ഒരേ രീതി കോർത്ത് കൊണ്ടുപോകുക. അതാണ് നമ്മളെപ്പോഴും ആദ്യം ഞാൻ പറഞ്ഞത് ലീഡർഷിപ്പിൻ്റെ പക്ഷികളുടെ കാര്യം പറഞ്ഞത്. വെച്ചാൽ ഒരു പക്ഷി പറന്നു പോകുമ്പോൾ അതേ ഡയറക്ഷൻ തന്നെ മറ്റുള്ളവർക്ക് പറക്കുന്നു. മുമ്പിൽ മറ്റുള്ള പക്ഷികൾ, ഒരു മൃഗം മുമ്പിൽ നിൽക്കുക, ഒരു ആടിൻ്റെ കൂട്ടത്തിൽ ഒരാട് മുമ്പിൽ നിൽക്കുന്നത്, ആട് പോകുന്ന വഴിയാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു കോഹസിവ്നെസ്, നമ്മൾ ഒത്തൊരുമ നമ്മുടെ മനുഷ്യനെ കൊണ്ടു നടക്കാൻ വലിയ പാടാണ്. അപ്പോൾ ലീഡർ പറയുന്ന രീതി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് കോഹസിവ്നെസ് ഗ്രൂപ്പിനകത്ത് ഉണ്ടാക്കുക. ദെൻ ലാക്ക് ഓഫ് കോമൺ ഗോൾ. പലപ്പോഴും നമ്മളൊരു കോമൺ ഗോള് നമ്മൾ ഉണ്ടാക്കുക. അത് പലപ്പോഴും പൊളിറ്റിക്സ് പാർട്ടിക്കകത്താണ് നമ്മൾ കാണുന്നത്. എപ്പോൾ നമ്മൾ കോമൺ ഗോൾ വെക്കും, നമ്മളൊരു ഭരണത്തിൽ നമ്മൾ മുമ്പിൽ വരണം എന്ന് വെച്ചാലും അതിനകത്ത് ഇൻഡിവിജ്വൽ ഗോൾ കയറി വരും, എനിക്ക് സ്ഥാനത്തേക്ക് വരണം. അതാണ് ഒരു കോമൺ ഗോൾ. ലാക്ക് ഓഫ് കോമൺ ഗോൾ. ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ആൻഡ് റെസ്പെക്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ തുറന്നു പറയാനായിട്ടും വിശ്വസിപ്പിക്കാനുമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ നേരിടുക. ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സ് ആണ്. അപ്പോൾ ഇന്ത്യൻ ഡിപ്പെൻസ് ടു മച്ച് ഓൺ ലീഡേഴ്സ് ആൻഡ് ഈവൻ വെൻ ഗൈഡൻസ് ഓർ സപ്പോർട്ട് ഇസ് നോട്ട് റിക്വയർഡ്. അപ്പം കൂടുതലും നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മളെ ലീഡറിനെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യൻ ലീഡർഷിപ്പിൻ്റെ ഒരു പ്രശ്നം. ഡിപ്പെൻഡ് ടു മച്ച് ഓൺ ദ ലീഡർ, ദി ഗൈഡൻസ് സപ്പോർട്ട് ഇസ് നോട്ട് റിക്വയർഡ്. ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ ലീഡേഴ്സിനെ കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. സെക്കൻഡ്, ഹൈറാർക്കിക്കൽ സ്ട്രാറ്റജിക് സിറ്റുവേഷൻ. അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ആ മുകളിലുള്ള, ഇപ്പം എക്സാമ്പിൾ അച്ഛൻ്റെ ഒരു പാതയാണെങ്കിൽ ഇന്നയാര് പ്രധാനമന്ത്രിയാണ്, അവരുടെ കുടുംബത്തിൽ നിന്ന് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ നമ്മൾ ഈ ഹൈറാർക്കി നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ഓർഗനൈസേഷൻ്റെ പ്രശ്നമാണ്. വിസിബിൾ സ്റ്റേറ്റസ് കോൺഷ്യസ്നെസ്. ആവശ്യമില്ലാതെ ഒബീഡിയൻസ്, റെസ്പെക്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരെണ്ണമാണ് ഇന്ത്യയിൽ നമ്മൾ കാണുന്നുള്ളത്. പിന്നെ പെർഫോം ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വിച്ച് ഇൻക്ലൂഡ്സ് ഫേവറിറ്റിസം ആൻഡ് നെപ്റ്റോണിസം. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ നമ്മളെ ബന്ധങ്ങൾ, അങ്ങനെ കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കുക. ഇതാണ് ഇന്ത്യൻ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇന്ത്യൻ ലീഡർഷിപ്പ് പ്രശ്നം, ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഫോളോ ചെയ്ത് വരിക. ആവശ്യമില്ലാതെ നമ്മൾ ലീഡേഴ്സിന് നമ്മൾ ചെയ്യുക, ഹൈറാർക്കിക്കൽ പൊസിഷൻ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കണം, ഇന്നയാളെ ഇന്ന രീതി ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുക. ആവശ്യമില്ലാതെ എൽഡേഴ്സ് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിനെ അങ്ങനെ നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വെച്ച് ഇൻക്ലൂഡ്സ് ഫേവറിറ്റിസം. ആവശ്യമില്ലാതെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഫേവറിറ്റിസം ചെയ്യുക, ആവശ്യമില്ലാതെ വളർത്തിക്കൊണ്ട്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ലീഡർഷിപ്പിന് നമുക്ക് കാണുന്ന ഒരു പ്രശ്നം. അപ്പം വാട്ട് ഐ മീൻ ബൈ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന് എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയൊക്കെ ഉണ്ടാകണം, എങ്ങനെയൊക്കെ ലീഡർഷിപ്പ് ഉണ്ടാകും, ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം ഇത് ലീഡർഷിപ്പിനെ കുറിച്ച് നമുക്ക് എപ്പോഴും പരീക്ഷ നമുക്ക് ചോദിക്കാറുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്. അപ്പോൾ ലീഡർഷിപ്പ് നമ്മൾ വളരെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയും ഓട്ടോക്രാറ്റിക് ലീഡർ, ഡെമോക്രാറ്റിക് ലീഡർ, ലേസി ഫെയർ ഓർ റിൻസ് ലീഡർ, കരിസ്മാറ്റിക് ലീഡർ, സപ്പോർട്ടീവ് ലീഡർ, സിറ്റുവേഷൻ ലീഡർ, ഇങ്ങനെയുള്ള പല ലീഡർഷിപ്പ് ഉണ്ട്. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ. അപ്പം എന്താണ് കമ്മ്യൂണിക്കേഷൻ, ഏതൊക്കെ രീതി കമ്മ്യൂണിക്കേഷൻ്റെ ഏതൊക്കെ ടൂൾസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് കമ്മ്യൂണിക്കേഷൻ്റെ ഏതൊക്കെയുണ്ട് നമ്മൾ പഠിക്കും. അപ്പം ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും, കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഏത് രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നു, എന്തൊക്കെയാണ് ഇതിൻ്റെ ബാരിയേഴ്സ്, സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് നമ്മൾ പഠിക്കുക. ലീഡർഷിപ്പ് ഏതൊക്കെ തരത്തിലുള്ള ലീഡർഷിപ്പ് ഉണ്ട്, അത് ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നു, ഇൻഡസ്ട്രിയിൽ ഏതൊക്കെ ടൈപ്പ് ലീഡർഷിപ്പ് ഉണ്ട്, അത് ഏതൊക്കെ XY ലീഡർഷിപ്പ് എന്താണ്, പാത്ത് വേ തിയറീസ് പഠിക്കുക. ലീഡർഷിപ്പിൻ്റെ തിയറീസും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് കമ്മ്യൂണിക്കേഷനും ലീഡർഷിപ്പുമാണ്. അപ്പോൾ ഇത് 6ാമത്തെ ക്ലാസ്സാണ്. അടുത്ത ക്ലാസ്സിൽ ഇത് ഈ പോർഷൻ തീരുന്നതാണ്. അപ്പം
അടുത്ത ക്ലാസ്സിലും അതിൻ്റെ ക്ലാസ്സുമായിട്ട് ഇതിൻ്റെ നട്ട്ഷെല്ല് നമ്മൾ എടുക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.